ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര ടാരോ. ഫ്രണ്ട്സ്, ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കരിയർ റീഡിംഗ് ആയിട്ടും ഇതിനെ കണക്കാക്കാം. അതേമാതിരി തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കറക്റ്റ് കരിയർ തന്നെയാണോ ചൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിന് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും അപ്ഗ്രഡേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മാറേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കരിയർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ കൊണ്ടുവരുമോ, അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ്. അതിനു മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും 12ൻ്റെയും 10ൻ്റെയൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ ചിലപ്പം എൻ്റെ റീഡിംഗ് ഒക്കെ കാണുന്നുണ്ടോ എന്തോ എനിക്കറിയില്ല. പക്ഷെ അവർ ചെറിയ കുട്ടികൾ കരിയറിനെയൊക്കെ പറ്റിയിട്ടൊക്കെ മീൻസ് തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ള ഒരു ഇപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എന്താണ് പറയണത്, അത് അനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ കരിയർ മീൻസ് നിങ്ങൾ ചൂസ് ചെയ്യാനുള്ളത്. ഇത് എനിക്ക് ഒരു യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം റെസണേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആർക്കൊക്കെ റെസണേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ. സോ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. ഇത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. കളക്റ്റീവ് ഇൻ ദ സെൻസ് ഒരു കളക്റ്റീവ് കുറേ പേർക്ക് റെസണേറ്റ് ചെയ്യുന്ന ഒരു റീഡിംഗ് ആണ് ഇത്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് ആ ഡിസിഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഓക്കെ. സോ ഇത് ഫസ്റ്റ് പൈലാണ്. വൈറ്റ് കളർ പേൾ ആരാണോ തിരഞ്ഞെടുക്കുന്നത് ഇത് ഫസ്റ്റ് പൈൽ, ഇത് റെഡ് കളർ സെക്കൻഡ് പൈൽ, ഇത് ബ്ലൂ കളർ തേർഡ് പൈൽ. ഓക്കെ. സോ ഫസ്റ്റ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് വൈറ്റ് കളർ, അവരുടെ കരിയർ എന്തായിരിക്കും എന്ന് നോക്കാം. അവർക്ക് എന്തായിരിക്കും അവരുടെ ഫ്യൂച്ചറിൽ ആ കരിയർ വെച്ചിട്ട് അവർ ചെയ്യണത് എന്നും നോക്കാം. ഓക്കെ. ഇത് ഓൾറെഡി പോപ്പപ്പ് ആയിരിക്കുകയാണ്. എന്നാലും നോക്കാം അവർക്ക് എന്ത് കരിയറാണ് സൂട്ട് ചെയ്യുക. ചിലവർക്ക് ഈ ഫസ്റ്റ് പൈലാറാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് എന്ത് കരിയറാണ് സൂട്ട് ചെയ്യുക. അവരുടെ കറണ്ട് ഇപ്പോൾ ആരെങ്കിലും ആ കറണ്ട് ജോബിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ആ കറണ്ട് ജോബ് എന്താണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ അവർക്ക് എങ്ങനെയായിരിക്കും ഈ കറണ്ട് ജോബ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ കരിയർ വെച്ചിട്ട് അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നും നോക്കാം. ഓക്കെ. സോ ഓക്കെ. ഓക്കെ. മീൻസ് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ കരിയറിൽ ആഗ്രഹിക്കുന്നത് അത് നടക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. പക്ഷെ കുറേ പേര് ടെൻഷൻ എടുക്കുന്നത് ഇത് ആദ്യവും പോപ്പായി ഇത് പിന്നെയും ഇത് ഒരു ബോട്ടം ഓഫ് ദ കാർഡായിട്ട് നിങ്ങൾക്കത് മുന്നിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ചിലവർ എനിക്ക് തോന്നുന്നു റാമ്പ് വാക്കൊക്കെ ചെയ്യുന്നവരായിരിക്കും. മീൻസ് ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്ന ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ എന്താണോ അത് ഫാഷനബിൾ ആയിട്ടുള്ള ആൾക്കാരും ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ജോബായിരിക്കാം. അല്ലെങ്കിൽ ഫാഷൻ ഒരു കരിയർ ഓപ്ഷനായിട്ട് എടുക്കുന്നത് ഫാഷൻ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ റാമ്പ് വാക്കിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, മോഡൽസ് ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു കരിയറായിട്ട് ഇവിടെ കരിയറിൽ ഏർപ്പെടാൻ പോകുന്നവരായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ കരിയർ അങ്ങനെയുള്ള ആൾക്കാരായിട്ടും കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചിലവർ കാണുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ അവർ മലയാളികളാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റ് കേരളമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കേരളത്തിൽ ജോലി ചെയ്യാതെ അവർ പുറത്ത് ജോലി ചെയ്യുന്നവരായിട്ടാണ് കാണുന്നത്. അവർ പുറത്ത് പോകാനാണ് ആഗ്രഹിക്കുന്നവർ. മോസ്റ്റ്ലി അവർ പുറത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത്. ഈ ഫസ്റ്റ് പൈലാറാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതേമാതിരി തന്നെ ഇപ്പോൾ അവർ കറണ്ട് ജോബ് എന്താണോ ചെയ്യണത്, ഏത് ജോബായാലും ശരി, ചിലവർ ഇപ്പോൾ അവരുടെ കറണ്ട് ജോബ് എന്താണോ അതിലവർ സാറ്റിസ്ഫൈഡ് അല്ല. അതിൽ അവർക്ക് ഒരു വിധത്തിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. മീൻസ് ജോബ് വൈസും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അവർ മടുത്ത മാതിരിയാണ്. ചിലവർ ഇതിൽ കാണുന്ന ഭയങ്കരമായിട്ട് മടുത്ത മാതിരിയാണ് കാണുന്നത്. എന്താ വെച്ചാൽ അവർക്ക് ഫൈനാൻഷ്യലും ഒരു മീൻസ് അവർക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതേമാതിരി തന്നെ അവർ ചെയ്യുന്ന ജോബ് ഉണ്ടല്ലോ അതിലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ അവർ അതിനെ വിട്ടിട്ട് പുറത്ത് പോവാൻ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്താണോ തരുന്നത്, അവർക്ക് മനസ്സമാധാനം തരുന്നത് അല്ലെങ്കിൽ അവർക്ക്
അവർക്ക് ഫൈനാൻഷ്യലി അവർക്ക് കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു ജോബ്, അതിന് വേണ്ടിയിട്ടാണ് അവർ പുറത്ത് പോകണം. അപ്പോൾ അങ്ങനെ പുറത്ത് വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ, മീൻസ് വീട്ടിനടുത്തല്ലായിരിക്കും അവരുടെ ജോബ്. ആ വീട് എവിടെയാണോ അവിടെ ആയിരിക്കില്ല അവരുടെ ജോബ്. അവരുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരെയുള്ള ഒരു ആൾക്കാർ, മീൻസ് ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് ഇവിടെ കാണുന്നത്. അതേമാതിരി തന്നെ അവർ പുറത്ത് പോയാൽ, മീൻസ് അവർ പുറത്ത് പോയാൽ അവരാഗ്രഹിക്കുന്ന ജോബ് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന മീൻസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ അത് അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ അവർക്ക് സന്തോഷം കിട്ടും എന്തായാലും, മീൻസ് പുറത്ത് പോയാൽ അവർക്ക് ഇത് കിട്ടും. പിന്നെ ചിലവർക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കറണ്ട് ജോബ് എന്താണോ അവർ ചെയ്യുന്നത് അതിലവർക്ക് സത്യം പറഞ്ഞാൽ ഫിസിക്കലായിട്ടും അവർ ഭയങ്കരമായിട്ട് അവരുടെ എനർജി ഡ്രെയിനായി പോകുന്നുണ്ട്. അതേമാതിരി തന്നെ അവർ എല്ലാ വിധത്തിലും മീൻസ് നല്ല വിധത്തിലാണ് ജോലി ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ അതിനുള്ള പ്രോഫിറ്റോ അല്ലെങ്കിൽ അതിനുള്ള പ്രൊമോഷനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു അക്നോളജ്മെൻറ്റോ അവർക്ക് കിട്ടുന്നില്ല. അവർ ശരിക്കും സത്യസന്ധമായിട്ടും അതേമാതിരി തന്നെ എല്ലാ വിധത്തിലും ഒരു മീൻസ് ജോബ് അവർക്ക് മീൻസ് ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ജോബ് ചെയ്യുന്നത് അവർക്ക് നല്ലത് വരിക എന്നല്ലാണ്ട് നിങ്ങൾക്ക് അതിലൊരു ബെനിഫിറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് അത് നിങ്ങൾക്കൊരു ഭാരമായി തോന്നുകയാണ്. ആ ജോബ് നിങ്ങളിപ്പോൾ കറണ്ടിൽ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യുകയാണെങ്കിലോ അത് നിങ്ങൾക്കൊരു ഭാരമായി തോന്നുന്നുണ്ട്. നിങ്ങളുടെ ജോബിൻ്റെ റിക്കഗ്നീഷൻ മീൻസ് നിങ്ങൾക്ക് കിട്ടുന്ന റിക്കഗ്നീഷൻ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അത് ചിലവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ കുറേ പേരും കൂടെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ അതിൽ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഇപ്പോഴത്തെ കറണ്ട് എന്താണോ ജോബുള്ളത് അത് നിങ്ങൾ വിടുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി അത് നിങ്ങൾക്ക് കൊണ്ടുവരണം. അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ നിന്നിട്ട് മീൻസ് ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ നിന്നിട്ട് മാറി നിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ വിടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ഒരു സ്പഷ്ടമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നോക്കാം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് ജോബ് എന്താണ് എന്നൊക്കെ നോക്കാം. ഓക്കെ, പിന്നെ ചിലവരുടെ ഇതിൽ ജോബ് എന്തായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മീൻസ് ഞാൻ പറഞ്ഞില്ലേ ചിലവർ മോഡലായിട്ട് കാണുന്നുണ്ട്, ചിലവർ ട്രാവലറായിട്ട് കാണുന്നുണ്ട്, ചിലവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറേ ഡിഗ്രിയൊക്കെ എടുക്കുന്ന ആൾക്കാരായിട്ടും കാണുന്നുണ്ട്. അതേമാതിരി തന്നെ ചിലവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവർ വേൾഡ് മുഴുവൻ കറങ്ങുന്ന ഒരു ഇതായിട്ടും കാണുന്നുണ്ട്. അവർക്ക് കറങ്ങാനും ഉള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ അവർക്ക് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. അവർ പുതിയതായിട്ട് എന്താണോ അവർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കറണ്ട് ജോബ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ കുറേ പേര് നിങ്ങൾക്ക് അസൂയപ്പെടുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുണ്ട്, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, നിങ്ങൾ നോളേജ് അല്ലെങ്കിൽ നിങ്ങളുടെ വിസ്ഡം അതൊന്നും ഇവിടെ ഒരു വിലയില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തു പോകുന്നത്. നിങ്ങളുടെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ അപ്രിസിയേഷനും കിട്ടുന്നുണ്ട്. അതിൽ അതേമാതിരി തന്നെ ചിലവരിതിൽ റൈറ്റേഴ്സ് ആവുന്നതായിട്ടുമുണ്ട്, ചിലവരിതിൽ സിംഗർ ആവട്ടോ അല്ലെങ്കിൽ അതിനുമൊക്കെ ആയിട്ടുള്ള ഒരു ഇത് ആയിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു നാഷണൽ മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോകുകയാണ്. അതിൽ നിങ്ങൾ വിജയിക്കും എന്തായാലും, അതിൽ നിങ്ങൾക്ക് അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഒരു എനർജി ആയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണപ്പെടുന്നത്. അതേമാതിരി തന്നെ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് മീൻസ് നിങ്ങൾ എന്ത് ചെയ്യുകയാണോ അത് നിങ്ങൾ മീൻസ് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ കറക്റ്റ് ഒരു ഡിസിഷനായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേമാതിരി തന്നെ നിങ്ങൾക്ക് അതിനെ വേണ്ടിയിട്ട് ഒരു മീൻസ് ആരോടും ഇങ്ങനെ ചോദിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷൻ തനിയെ എടുക്കാൻ പറ്റും. അപ്പോൾ പക്ഷേ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ കുട്ടികളൊക്കെയാണ് ഇത് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ
അവർക്ക് മീൻസ് ശരിയായത് എന്താണോ അവരുടെ ജീവിതത്തിൽ ലോങ് ലാസ്റ്റിംഗ് ഒരു ലൈഫ് ഉണ്ടാവില്ല നിങ്ങളുടെ, അതിലേക്ക് എന്താണോ ശരിയായിട്ടുള്ളത് അത് ആ ഒരു ഡിസിഷൻ എടുക്കുക. അതേമാതിരി തന്നെ ഇതിൽ കാണുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാതെ വേറെ ഒരു ഐഡൻറ്റിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകണം. ഇപ്പം ഞാൻ ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഉണ്ടാവുമായിരിക്കും മീൻസ് ഒരു ചിലവരുടെ ജീവിതത്തിൽ മീൻസ് അവരുടെ അമ്മയും അച്ഛനും ഒരേ പ്രൊഫഷനിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മുത്തശ്ശന്മാരോ അല്ലെങ്കിൽ വേറെ വല്ലവരോ എല്ലാവരും കുടുംബത്തിലുള്ളവരുടെ പ്രൊഫഷൻ ആയിരിക്കില്ല നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷൻ. നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് പ്രൊഫഷൻ ആയിരിക്കും. അത് നിങ്ങളുടെ വീട്ടുകാരെ അംഗീകരിക്കണമെന്നോ ഒന്നുമില്ല. അപ്പം നിങ്ങൾ അത് ആ ബോണ്ടേജ് ഇല്ല, അത് നിങ്ങൾ മീൻസ് കളയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളത് ഡിസ്കണക്ട് ചെയ്യണം. ഇപ്പോൾ ഡോക്ടേഴ്സാണ് നിങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആവാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ വേറെ വല്ലവരും നിങ്ങളൊരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ആക്ടറോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊക്കെ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ട്രഡീഷണലായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ട്രഡീഷനായിട്ടുള്ള ഒരു ജോബ് ഉണ്ടല്ലോ, അതിൽ നിന്നിട്ട് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വേറിട്ട ഒരു ഐഡൻറ്റിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്, അതാണ് ഇവിടെ കാണുന്നത്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മീൻസ് കുടുംബക്കാരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാരണവന്മാരുടെയോ എല്ലാവരുടെയും ഒരു ഇത് മീൻസ് ഒരു സപ്പോർട്ട് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. അതേമാതിരി തന്നെ നിങ്ങൾ എന്ത് വഴിയാണോ തിരഞ്ഞെടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, നിങ്ങൾക്ക് സന്തോഷം കിട്ടണം. അപ്പോൾ ആ സന്തോഷം കിട്ടിയാലേ നിങ്ങൾ ആ ജോബിൽ 100% നിങ്ങൾക്ക് സക്സസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഉള്ള ഒരു ജോബാണ് ഇവിടെ തിരഞ്ഞെടുക്കാൻ പോണത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഈ റെഡ് കളർ സെക്കൻഡ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ പ്രൊഫഷൻ എന്തായിരിക്കും, അതേമാതിരി തന്നെ അവർക്ക് ഇപ്പോഴത്തെ അവരുടെ പ്രൊഫഷൻ എന്താണോ അതിലവർക്ക് എങ്ങനെയായിരിക്കും അവരുടെ ഇപ്പോഴത്തെ എനർജി, അതേമാതിരി തന്നെ അവർക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് കൊടുക്കണത് എന്ന് നോക്കാം. ഓക്കെ, സോ നോക്കാം. നിങ്ങളുടെ ചിലപ്പോൾ ഇതിലെനിക്ക് കാണാൻ പറ്റുമായിരിക്കും ചിലവർക്ക് എന്താണ് അവരുടെ പ്രൊഫഷൻ എന്നുള്ളത്. ഓക്കെ, അവരുടെ പ്രൊഫഷൻ എന്തായിരിക്കും, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പ്രൊഫഷൻ എന്തായിരിക്കും അവരുടെ പ്രൊഫഷൻ, പ്ലീസ് ഷോ മീ. എന്തായിരിക്കും അവരുടെ പ്രൊഫഷൻ? ഓക്കെ, ഫ്രണ്ട്സ്, ഇവിടെ എനിക്ക് ചിലവർ ഒരു ഡോക്ടേഴ്സ് ആയിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതേമാതിരി തന്നെ ചിലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീൻസ് എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഇതിലായിട്ടുള്ള ആൾക്കാരുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെങ്കിൽ സിവിൽ വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിൽ ചിലവർക്ക് ഇഷ്ടമുള്ള ഒരു ഇതായിരിക്കും, മീൻസ് അവർക്ക് അതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ചിലവരെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ട്രാവലറായിട്ടും ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതേമാതിരി തന്നെ ചിലവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോയേഴ്സായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ലോയർ ഇതിൽ പോകുന്ന ആൾക്കാരും കാണുന്നുണ്ട്. ചിലവർ ടീച്ചേഴ്സായിട്ടും ഇവിടെ കാണുന്നുണ്ട്. കൂടുതൽ എനിക്കിവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സായിട്ടാണ് ഇവിടെ കാണുന്നത്. അതേമാതിരി തന്നെ ചിലവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി ടാലൻറ്റഡ് ആൾക്കാരാണ്. ഈ മൾട്ടി ടാലൻറ്റഡ് ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മൾട്ടി ടാലൻറ്റ് അവർ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് മൾട്ടി ടാലൻറ്റഡ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആൾക്കാരാണ്. മീൻസ് അവർക്ക് അറിയുന്നില്ല അവർക്ക് ഏതിലാണ് അവർ കൂടുതലും ഇതുള്ളത് എന്ന് പറഞ്ഞാൽ. അവർ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഒരു അറിവുണ്ട് അല്ലെങ്കിൽ അവർക്ക് അബിലിറ്റി ഉണ്ട് അത് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ. ചില ആൾക്കാർ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു 2-3% ആൾക്കാർ അങ്ങനെയാണ്. മീൻസ് മൾട്ടി ടാലൻറ്റഡ് ആണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, എല്ലാറ്റിനോടുള്ള അറിവുകളും ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവർക്ക് ഒരു
നമ്മൾ പറയില്ലേ, എന്തൊക്കെ നമ്മളുടെ മൈൻഡ് കുറേ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾക്ക് അതിൽ കുറച്ച് നോളേജേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള എന്തെങ്കിലും ഒരു നോളേജ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഈ മൾട്ടി ടാലൻറ്റഡ് ആൾക്കാർക്കും സ്റ്റെബിലിറ്റി കിട്ടുവാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. മീൻസ് അവർ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പൂർണ്ണ നോളേജ് ഉണ്ടാവുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ എനിക്ക് എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാർ, സിവിൽ വർക്ക് എൻജിനീയേഴ്സ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതേമാതിരി തന്നെ ചിലവർ ഡോക്ടേഴ്സായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും അവർ എനിക്ക് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത്. അവർക്ക് ഇന്ത്യയിൽ അത്ര ഒരു സ്കോപ്പ് കിട്ടുന്നില്ല എന്ന് തോന്നലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മീൻസ് ഒരു ഫാമിലിയും കൊണ്ടാണ് അവർ പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരായിട്ട് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഇതിന് വേണ്ടിയിട്ട് മീൻസ് ഒരു കുറച്ചുകൂടെ ഒരു സ്പഷ്ടമായിട്ട് എന്താണ് നമ്മൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുക എന്ന് നോക്കാം. നമുക്ക് എന്ത് ഇൻഫർമേഷനാണ് നിങ്ങളുടെ കരിയറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്ന് നോക്കാം. മീൻസ് ഇതിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷനൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ഇവിടുത്തെ ഇത് മീൻസ് ഇന്ത്യയിൽ അവർക്ക് ജോബ് ചെയ്യുന്നത് അത്ര ഇഷ്ടമാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാഗ്രഹിച്ച മാതിരിയുള്ള ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച മാതിരിയുള്ള ഒരു മീൻസ് കരിയർ അവർക്ക് ഇവിടെ കിട്ടുന്നില്ല എന്നല്ല, അവർ പുറത്ത് ഏത് വിധത്തിൽ മീൻസ് അവർക്ക് എന്താണോ കിട്ടുന്നത് അവരാഗ്രഹിച്ച മാതിരിയുള്ള ഒരു, പക്ഷേ അവർ പൈസ ആയിരിക്കാം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ പ്രൊഫഷൻ ഉണ്ടല്ലോ, ആ പ്രൊഫഷൻ്റെ മീൻസ് മുഴുവനായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ പ്രൊഫഷൻ്റെ ആ പ്രൊഫഷനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അത് പുറത്തായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഇവിടെ അവർ ചെയ്യുന്ന ആ ജോബിൽ അവർക്ക് മനസ്സുകൊണ്ട് അത്ര അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതേമാതിരി തന്നെ അവർക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ട്, അവർ പുറത്ത് പോയാൽ അവർക്ക് ആ സന്തോഷം കിട്ടുന്നുള്ളത്. അപ്പം കുറേ പേര് അതാണ് ആഗ്രഹിക്കുന്നത്. മീൻസ് ഇവിടെ അവർക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ട് അവർ പുറത്ത് പോകാൻ ആഗ്രഹിക്കും. പുറത്തെന്ന് പറഞ്ഞാൽ കൺട്രിക്ക് പുറത്ത് പോകാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആഗ്രഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് കുറച്ചുകൂടെ ഒരു ഗൈഡൻസിന് വേണ്ടി നോക്കാം. അവർക്ക് അത് അങ്ങനെയുള്ള ഒരു ചാൻസ് കിട്ടുമോ, അവർക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ഒരു തടസ്സങ്ങളും ഇല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് പോകാനുള്ള ഒരു ചാൻസ് ഒക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതേമാതിരി തന്നെ അവർ മീൻസ് ഞാൻ പറഞ്ഞില്ല, അവരൊരു ഇവിടെ ചെയ്യുന്ന ജോലിക്ക് ഒരു ഉഷാറ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു എനർജി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ അവർ പുറത്ത് പോയാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർ മീൻസ് ഒരു തടസ്സങ്ങളെയും ഇവിടെ കാണുന്നില്ല അവർക്ക്. മീൻസ് ഇപ്പോൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ ഫാമിലിയിൽ ഇത് കിട്ടാത്തതിൻ്റെ തടസ്സങ്ങളോ അങ്ങനെയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അവർ പുറത്ത് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അവർ കുറച്ച് അവരുടെ മീൻസ് ഇതുണ്ടല്ലോ, മീൻസ് ഒരു അവരുടെ വീട്ടിനുകാർ അല്ലെങ്കിൽ അവരുടെ നാട്ടുകാർ അവരൊക്കെ അവർ മാനിക്കണം എന്നാണ് പറയണത്. അതേമാതിരി തന്നെ അവർക്ക് ചില കാര്യങ്ങളിൽ മീൻസ് അവർക്ക് അവിടെ പോയാലും ചില കാര്യങ്ങൾ അവർക്ക് അക്സെപ്റ്റ് മീൻസ് ചിലപ്പോൾ ഇപ്പം നമ്മൾ പറയില്ലേ ഗൾഫിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫാമിലിയൊക്കെ വിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ചിലവർക്ക് ആ ഫാമിലിയൊക്കെ വിട്ടു പോകുന്നത് കൊണ്ട് അവർക്ക് കുറച്ചൊരു സങ്കടങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവർക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ടും കിട്ടുന്നത് കൊണ്ട് മീൻസ് അവിടെ ഉള്ള ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് അവർക്ക് ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഈ റെഡ് കളർ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിംഗ് ആണ് ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഈ ബ്ലൂ കളർ ഫയൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത്
അവരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം. അവരുടെ പ്രൊഫഷൻ എന്തായിരിക്കും, അതേമാതിരി തന്നെ അവർക്ക് ആ പ്രൊഫഷനിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ, അല്ലെങ്കിൽ അവർക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരണത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഈ തേർഡ് ഫയൽ, സോ ഈ ബ്ലൂ കളർ ഫയൽ ആരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവരുടെ പ്രൊഫഷൻ എന്തായിരിക്കും, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് പറയാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ എനിക്ക് കാണുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാഷൻ ഡിസൈനേഴ്സിനെയൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ചിലവരിവിടെ ജഡ്ജായിട്ടും കാണുന്നുണ്ട്. അതേമാതിരി തന്നെ ചിലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികം ഞാൻ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗവൺമെൻറ് ജോബ് ചെയ്യുന്നവർ, അത് ജോബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പോസ്റ്റിലുള്ളവർ, മീൻസ് ഏറ്റവും വലിയ പോസ്റ്റ് എന്താണോ ആ പോസ്റ്റിലുള്ളവരാണ്. അവരുടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ മാതിരിയൊക്കെയാണ്. അവരുടെ ഒരു സ്റ്റാമ്പ് ഉണ്ടാവുമായിരിക്കും. ആ സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ അത് കുറേ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്, ഒരു രാജാവിൻ്റെ ഒരു സ്റ്റാമ്പ് ഉണ്ടാവില്ല, ആ രാജാവിൻ്റെ ആ സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഒരു രാജ്യം മുഴുവൻ നടത്താൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ആ സ്റ്റേറ്റത്തെ അല്ലെങ്കിൽ അവിടുത്തെ ഏത് സ്ഥലമാണോ ആ സ്ഥലത്തെ ഒരു പ്രമുഖൻ്റെ ഒരു ഐഡൻറ്റിറ്റി കിട്ടുന്ന ഒരാളായിട്ടാണ്, അങ്ങനത്തെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അവരെ അനുസരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമായിരിക്കും. അങ്ങനത്തെ ഉള്ള ഒരു ജോബിൽ ഉള്ള ഒരാളായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഗവൺമെൻറ്റാണ് ഇവിടെ ഇതായിട്ട് കാണിക്കുന്നത്. ചിലവരെന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈനേഴ്സായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് അതിൽ നല്ല ഒരു ഫേമസ് ആവാനുള്ള ഒരു ഇതും കാണുന്നുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ അവർക്ക് പേര് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരങ്ങനെ ആ ഒരു ഫാഷൻ ഡിസൈനറൊക്കെ ആവുകയാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഉള്ള ഒരു ഇതും കിട്ടുന്നതായിട്ട്. ചിലവർക്ക് ഇവിടെ മെസ്സഞ്ചർ ഇൻ ദ സെൻസ് അവരുടെ ഞാൻ പറയില്ല, ചിലവർ ഒരു ഇതായിട്ട് ഒരു കൗൺസിലറായിട്ട് അങ്ങനെയുള്ള ആളായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അവർ എല്ലാ ആൾക്കാർക്കും ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് കുറേ പേർക്ക് സമാധാനം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടും കാണുന്നുണ്ട്. അങ്ങനത്തെ ജോബ് ചെയ്യുന്ന ആൾക്കാരായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ആരെങ്കിലും അങ്ങനത്തെ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോ അങ്ങനെയൊക്കെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ജോബ് ചെയ്യുന്ന ആൾക്കാരായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതൊരു നല്ല പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതേമാതിരി തന്നെ ചിലവർ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ട്, ഗവൺമെൻറ്റിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു ആൾക്കാരായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പുറത്തെ ഇൻഫർമേഷനൊക്കെ നമ്മളുടെ ഗവൺമെൻറ്റിനൊക്കെ കൊടുക്കുന്ന ആൾക്കാരായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഈ ജോബൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, അവരുടെ ഇപ്പോൾ കറണ്ടായിട്ട് അവരെങ്ങനെയാണ് അവരുടെ ജോബിൽ എന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരിവിടെ ഹീലറായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഹീലർ ഇൻ ദ സെൻസ് അവർ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചിലവർ ഒരു ഹീലർ ഇൻ ദ സെൻസ് ചിലവർ ഇത് റേക്കി ഹീലിംഗ് ഒക്കെ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ചിലവർ ഇപ്പം ടാരോ റീഡിങ്, ഒക്കൾട്ട് റീഡിംഗ് ഒക്കെ ചെയ്യുന്നവർ, അങ്ങനത്തെ ഉള്ള ഒരാൾക്കാരായിട്ടും കാണുന്നുണ്ട്. പക്ഷെ ആ പ്രൊഫഷനൊക്കെ അവർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ചിലവർ ആയുർവേദിക്കിലൊക്കെ ഇത് ചെയ്യുന്ന മസാജറോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ടുണ്ട്. അവരൊക്കെ അങ്ങനെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയുർവേദിക്കിൽ അല്ലെങ്കിൽ ന്യൂട്രീഷനായിട്ട്, ഇവിടെ ന്യൂട്രീഷനായിട്ടും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ,
അങ്ങനത്തെ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ അങ്ങനെയൊക്കെ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആരെങ്കിലും ഇവിടെ ഒരു ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ ലൈഫിൽ, മീൻസ് അവർ ലോങ് ടേമിലും അവർക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടും. അതേമാതിരി തന്നെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, മീൻസ് ഫാഷൻ ഡിസൈനറോ അല്ലെങ്കിൽ മീൻസ് ഒരു കൗൺസിലറായിട്ടോ അല്ലെങ്കിൽ ഹീലറായിട്ടോ ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നല്ല പൊസിഷനിൽ, മീൻസ് ഒരു ചെറിയ പൊസിഷനല്ല, ഞാൻ പറഞ്ഞില്ല അവരുടെ ഒരു സ്റ്റാമ്പ് ഉണ്ടല്ലോ, ആ സ്റ്റാമ്പിന് നല്ല വാല്യൂ ഉണ്ടാവും. അങ്ങനെയുള്ള ഗവൺമെൻറ് ജോബൊക്കെ ചെയ്യുന്ന ആൾക്കാർ, മീൻസ് അത്ര ധൈര്യപ്പെട്ടുന്ന ആൾക്കാരാണ്. ഒരു സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ മാതിരി, അല്ലെങ്കിൽ ഒരു ഓഫീസ് മുഴുവനും, ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുഴുവനും കൺട്രോളിൻ്റെ ഒരു അധിപനായിട്ട് ജോലി ചെയ്യുന്ന ആളായിട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത്. മീൻസ് അങ്ങനെ അത്രയ്ക്കും വലിയ പൊസിഷനിൽ ഉള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ ഉള്ള ഒരു ഗവൺമെൻറ് ജോബ് കേട്ടോ. ആരെങ്കിലും അതിന് ട്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഉള്ളവരെ ഒരു ജോബായിട്ടാണ് ഇവിടെ കാണുന്നത്. അതേമാതിരി തന്നെ ചിലരുടെ ലൈഫിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് കുറേ ഒക്കെ ഇപ്പോൾ കുറച്ച് പേരുടെയൊക്കെ ലൈഫിൽ എനിക്ക് കാണുന്നുണ്ട് ശനിയുടെ അപഹാരം ഉള്ള ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറിപ്പോകുന്നതായിട്ട്, മീൻസ് അവർക്ക് മീൻസ് ഒരു നല്ല ധൈര്യം കിട്ടുന്നത് മാതിരി അവർ കുറേയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പാസ്റ്റിൽ. അവർക്ക് കുറേ ബാഡ് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവർക്ക് ഒരു സ്ട്രെങ്ത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് മാതിരി, നിങ്ങൾക്ക് പാസ്റ്റത്തെ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സ്ട്രെങ്ത്ത് കിട്ടിയ മാതിരി. അതേമാതിരി തന്നെ കുറേ പേരുണ്ടല്ലോ ജീവിതത്തിൽ മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുന്നത്, മീൻസ് അത് ഇത് മീൻസ് ഡിപ്ലോമാറ്റിക്കലി എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അതാണ്. മീൻസ് കൗൺസിലറൊക്കെ ആവുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണ്, മൈൻഡിൽ എന്താണ്, അവരെ എങ്ങനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ മനസ്സിലാക്കുന്നവർ, മീൻസ് അതാണ്. അതിനൊക്കെ ഉള്ള ഒരു പ്രൊഫഷണൽ നോളേജ് ഉള്ള ആൾക്കാരായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ശരിക്കും നല്ല ഒരു പ്രൊഫഷനാണ് ഈ തേർഡ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്കുള്ളത്. അവർക്ക് അതിൽ നിന്നിട്ട് ആ പ്രൊഫഷനിൽ നിന്നിട്ട് അവർക്ക് നല്ല പോലെ ഒരു എന്താ പറയുക വെൽത്ത്, ഫെയിം, നെയിം എന്നൊക്കെ പറയില്ലേ, ഫെയിം, നെയിം, വെൽത്ത് എന്നൊക്കെ പറയില്ലേ, അതെല്ലാം കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യശാലികളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ല പ്രൊഫഷനിലുള്ള ആൾക്കാരാണ് ഈ ബ്ലൂ കളർ ഇതാരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത്, പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടേത്. അപ്പോൾ ഒരു ഗൈഡൻസിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗൈഡൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആൾക്കാരാണ് നിങ്ങൾ പ്രൊട്ടക്റ്റഡുമാണ്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഉള്ള ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ള പ്രൊഫഷനൊക്കെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ടും മാനസികമായിട്ടും സ്പിരിച്വലിയും നിങ്ങൾ ഒരു ബാലൻസ്ഡ് പേഴ്സൺ ആണ്. മീൻസ് നിങ്ങൾ ആ പ്രൊഫഷൻ ഉണ്ടല്ലോ, ഏത് പ്രൊഫഷനാണെങ്കിലും ആ പ്രൊഫഷനിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് കൊടുക്കുന്ന ആൾക്കാരാണ്, മീൻസ് ജീവിതം കൊടുക്കുന്ന ആൾക്കാരാണ്, മറ്റുള്ളവർക്ക് ലൈറ്റ് കൊടുക്കുന്ന ആൾക്കാരാണ്, മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പറഞ്ഞ പ്രൊഫഷനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളും ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റഡ് ആൾക്കാരാണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ശരിയായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങൾ റൈറ്റ് വേയിലാണ് പോണത്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യുന്നതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, ഈശ്വരന്മാരുടെ അനുഗ്രഹങ്ങളും ഉണ്ട്. അതേമാതിരി തന്നെ അവർ നിങ്ങളെ ശക്തമായിട്ടും നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജി നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൽ മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അതാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈശ്വരൻ നിങ്ങളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരണത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.